എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലൻ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂക്ലിയർ മോഡൽസിനെ കുറിച്ചാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ന്യൂക്ലിയർ മോഡൽസിലെ ഒരു ഫസ്റ്റ് മോഡൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ നമ്മൾ പറഞ്ഞ കാര്യം, a nucleus can be considered or it can be compared with a drop of liquid. There are certain properties in which both the liquid drop and the nucleus satisfy simultaneously. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒരേ സമയം ഒരു ലിക്വിഡ് ഡ്രോപ്പും അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസും ഫോളോ ചെയ്യുന്നു. ഇനി അത് നമ്മൾ പ്രധാനമായും ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിലേക്ക് എത്തിയത്. അതിലൊന്ന് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് നമുക്ക് വെൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ച്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റിയ മറ്റൊരു കാര്യം, ഈ സർഫസ് ടെൻഷൻ എങ്ങനെയാണോ ഒരു പെർട്ടിക്കുലർ ലിക്വിഡിൽ ആക്ട് ചെയ്തുകൊണ്ട് ആ ലിക്വിഡിന് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ കൊടുക്കുന്നത്, ഇതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ആ പൊട്ടൻഷ്യൽ യഥാർത്ഥത്തിൽ ഈ ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ഒരു ബാരിയർ ഉണ്ടെന്നും ആ ന്യൂക്ലിയസിനെ അത് സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ നിലനിർത്താൻ ഈ ബാരിയർ ഹെൽപ്പ് ചെയ്യുന്നതെന്നുമാണ് നമ്മളുടെ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ പറഞ്ഞത്. അപ്പോൾ അതൊരു പോയിന്റ്. അപ്പോൾ പിന്നീട് നമ്മൾ ഇവാപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെയാണ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനർജി കൂടി ന്യൂക്ലിയസ് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ എമിഷൻ ആയാലും ബീറ്റ എമിഷൻ ആയാലും ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് എമിഷൻസ് ഉണ്ടാകാൻ ഇതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റ് ഒരു കാരണമാകാം എന്നും നമ്മൾ ഈ കമ്പാരിസൺ നടത്തിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രധാനമായും അഡ്രസ്സ് ചെയ്ത ലിക്വിഡ് ഡ്രോപ്പ് മോഡലിലെ പോയിന്റ്സ്. അതിനുശേഷം നമ്മൾ ഷെൽ മോഡലിലേക്ക് വന്നു. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഷെൽ മോഡൽ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. എസ്പെഷ്യലി ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് സർട്ടൻ ന്യൂക്ലിയസ് വിച്ച് ഹാസ് സം സർട്ടൻ കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ ചില സർട്ടൻ കോമ്പിനേഷൻസ് 2, 8 ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ ദേ ആർ കോൾഡ് മാജിക് നമ്പേഴ്സ്. അപ്പോൾ മാജിക് നമ്പർ കോമ്പിനേഷൻസിൽ എന്തുകൊണ്ട് ന്യൂക്ലിയസുകൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നു? There are lots of isotopes within these range of nucleus. ഈ ന്യൂക്ലിയോണിക് നമ്പർ വരുന്ന രീതിയിൽ ഒരുപാട് ഐസോടോപ്പുകൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെയാണ് ഈ ന്യൂക്ലിയസിനെ നമ്മൾ പല റേഞ്ചിലേക്ക് അല്ലെങ്കിൽ പല ടൈപ്പ് ഓർബിറ്റൽസിലേക്ക് മാറ്റി ഇതിനെ ഒരു ഷെൽസ് ആക്കി മാറ്റി അതിനെ ഷെൽ മോഡൽ എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് മാജിക് നമ്പേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ആംഗുലർ മൊമെൻറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ ക്വാണ്ടൈസ്ഡ് പ്രോപ്പർട്ടിയായ ആംഗുലർ മൊമെൻറ്റത്തെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ അത് പറയുമ്പോഴും ചില പ്രോപ്പർട്ടി, ഉദാഹരണത്തിന് ഇലക്ട്രിക് ക്വാർട്ടർപോൾ മൊമെൻറ്റ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഡീവിയേഷൻ ഓഫ് സ്ഫെറിക്കൽ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇലക്ട്രിക് ക്വാർട്ടർപോൾ മൊമെൻറ്റ്. അത് ചാർജിലുണ്ടാകുന്ന ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനിലുണ്ടാകുന്ന അനോമലിറ്റീസ് മൂലം, പ്രത്യേകിച്ച് അതിൻ്റെ സിമെട്രിക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലമാണ് ഈ ക്വാർട്ടർപോൾ മൊമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ക്വാർട്ടർപോൾ മൊമെൻറ്റിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഷെൽ മോഡൽ ഉപയോഗിച്ചും സാധിച്ചിരുന്നില്ല. സോ അതിനുശേഷമാണ് ആക്ച്വലി പുതിയൊരു മോഡൽ വന്നത്. ദാറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് മോഡൽ ഓഫ് ന്യൂക്ലിയസ്. കളക്റ്റീവ് മോഡലിൽ യഥാർത്ഥത്തിൽ ഈ മോഡലിലൂടെ ഇത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുകൾ ചെയ്തത്, ദേ ടുക്ക് ദ എക്സ്പെരിമെൻ്റലി കറക്റ്റ് പാർട്സ് ഓഫ് ദ liquid drop model and shell model and they combine together to form this new model. അപ്പോൾ ഈ ഒരു മോഡലിൽ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിലെയും സക്സസീവ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്തു, അതേപോലെ തന്നെ നമ്മളുടെ ഷെൽ മോഡലിലെയും നമുക്ക് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട്സ് എടുത്തുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്ത് പുതിയൊരു മോഡലാക്കി മാറ്റുക. അപ്പോൾ സക്സസർ, അതായത് ഈ രണ്ട് തിയറീസിനെ അല്ലെങ്കിൽ രണ്ട് മോഡൽസിൻ്റെ ഒരു സക്സസറായിട്ടാണ് കളക്റ്റീവ് മോഡലിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ന്യൂക്ലിയസിന് ആദ്യം ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. ആ ന്യൂക്ലിയർ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ ന്യൂക്ലിയസിൻ്റെ ഇന്നർ വാൾസിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ ഇന്നർ വാൾസിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് പല ന്യൂക്ലിയോൺ
ന്യൂക്ലിയോൺസ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ചില കേസിൽ സിമെട്രിക് ആവാം. സിമെട്രിക് ആയി നിന്ന് കഴിഞ്ഞാൽ എക്സാക്ട് സ്ഫെറിക്കൽ സ്ട്രക്ചർ കിട്ടും. എന്നാൽ ചിലപ്പോൾ ചില സൈഡുകളിൽ കോൺസെൻട്രേഷൻ കൂടാം, ചിലയിടത്ത് കുറയാം, അപ്പോൾ എലോങ്ങേഷൻസ് ഉണ്ടാവും. സോ there is a chance for nucleus to have asymmetric structure. അപ്പോൾ അങ്ങനെ അസിമെട്രിക് സ്ട്രക്ചർ ഉണ്ടായാൽ വൺസ് അത് അങ്ങനെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലമോ ന്യൂക്ലിയോണിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മൂലമോ അത്തരത്തിലൊരു വൺസ് ഒരു ഡീഫോർമേഷൻ ഉണ്ടായാൽ ദെൻ ദാറ്റ് വിൽ ബി എ പെർമനൻറ്റ് ഡിഫോർമേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ന്യൂക്ലിയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് മൂലം അതിപ്പോൾ എണ്ണത്തിലാവാം. അപ്പോൾ ഉദാഹരണത്തിന് ഈവൻ കോമ്പിനേഷൻസിൽ മിക്കതും തരുന്നത് സ്ഫെറിക്കൽ സ്ട്രക്ചർ ആയിരിക്കാം. എന്നാൽ ഓഡ് കോമ്പിനേഷൻസ് വരുമ്പോൾ അത് എക്സാക്ട്ലി സ്ഫെറിക്കൽ സ്ട്രക്ചർ ആവണമെന്നോ അല്ലെങ്കിൽ സിമെട്രിക്കലായിട്ട് ആ ന്യൂക്ലിയസിൽ എൻറ്റയറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണമെന്നോ നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. സോ ഇൻ ദാറ്റ് കേസ് there may be deformations and these deformation will have some effects. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇഫക്റ്റ്? നമ്മൾ ഷെൽ മോഡലായാലും ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, പ്രത്യേകിച്ച് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ മുതലേ പറയുന്നൊരു കാര്യമാണ്, വളരെ സിമെട്രിക് ആയിട്ടുള്ളൊരു സ്ഫെറിക്കൽ പൊട്ടൻഷ്യൽ ബാരിയറാണ് നമുക്ക് ന്യൂക്ലിയസിനുള്ളിലുള്ളത്. ഈ സ്ഫെറിക്കൽ പൊട്ടൻഷ്യൽ ബാരിയറിനെയാണ് നമ്മൾ ഒരു ലിക്വിഡിലെ സർഫസ് ടെൻഷനുമായിട്ട് കമ്പയർ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയസിന് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ഉണ്ടാകുന്നതെന്നും ഈ സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ അത് എക്സിസ്റ്റ് ചെയ്ത് സ്റ്റേബിളായി നിൽക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പൊട്ടൻഷ്യലിന് ആക്ച്വലി ഷേപ്പിനൊരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഡിഫോമിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ ന്യൂക്ലിയസിലേക്കും എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷറിന് അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന് വേരിയേഷൻ ഉണ്ടാകും. ദിസ് anomaly or this abnormality will cause each nucleon to experience different kinds or different magnitude of forces. അപ്പോൾ ഇത് ഇങ്ങനെ പലതരം മാഗ്നിറ്റ്യൂഡിൽ, അതായത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വ്യത്യാസം ഉണ്ടായി. അതിൻ്റെ സ്ഫെറിക്കൽ പൊട്ടൻഷ്യൽ ബാരിയർ ആയിരുന്നത് വൺസ് അതിനൊരു ഡിഫോർമേഷൻ സംഭവിച്ചാൽ അതിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പിന്, ആ പൊട്ടൻഷ്യൽ ബാരിയറിനെ കുറിച്ചാണ് പറയുന്നത്, ആ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ സ്ഫെറിക്കൽ പൊട്ടൻഷ്യലൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈഡ്രജൻ ആറ്റം തുടങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്ഫെറിക്കൽ പൊട്ടൻഷ്യൽ ഹാൻഡിൽ ചെയ്യുന്ന 3 ഡയമെൻഷണൽ ആയിട്ടുള്ള 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷണൽ സ്ഫെറിക്കൽ പൊട്ടൻഷ്യലുകളെ കുറിച്ച് നമ്മളവിടെ പഠിക്കേണ്ടി വരും. അപ്പോൾ അത്തരം സ്ഫെറിക്കൽ പൊട്ടൻഷ്യലിൽ നിന്നൊരു ഒരു ഡീവിയേഷൻ ഉണ്ടാവുകയും ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും, ഈച്ച് ന്യൂക്ലിയോണിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന് ഒരു വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ പ്രശ്നം? എങ്ങനെയാണ് നമ്മൾ ഈ ന്യൂക്ലിയസിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയോണിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? സാധാരണ അതിലൊരു ഇലക്ട്രോണിനെ എങ്ങനെയാണ് ഒരു ഓർബിറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുക? അതിൻ്റെ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചല്ലേ. അപ്പോൾ ഏതൊരു ന്യൂക്ലിയസ് നമ്മൾ എടുത്തപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ്, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഫിസിക്കലി സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇറ്റ്സ് എ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ്സ്. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഹൈഡ്രജൻ ആറ്റത്തിനൊക്കെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ യൂസ് ചെയ്യും. പക്ഷേ മൾട്ടിപ്പിൾ ന്യൂക്ലിയോണിക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇലക്ട്രോണിക് ആറ്റംസിലേക്ക് പോകുമ്പോൾ, സിമിലർലി മൾട്ടിപ്പിൾ ന്യൂക്ലിയോൺസ് ഉള്ള ന്യൂക്ലിയസുകളിലേക്കും പോകുമ്പോൾ എക്സാക്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്. ഈവൻ ഫോർ ഹീലിയം ന്യൂക്ലിയസ് വി ഹാവ് ടു ഡു സം അപ്രോക്സിമേഷൻസ്. അത് ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പെർട്ടർബേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഇക്വേഷനെ അപ്രോക്സിമേറ്റ്ലി സോൾവ് ചെയ്യാൻ ശ്രമിക്കാറ്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ അപ്രോക്സിമേറ്റ്ലി സോൾവ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ന്യൂക്ലിയോൺസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ ഒരു വേരിയേഷൻ, അതിൻ്റെ സ്ഫെറിക്കൽ നേച്ചറിൽ നിന്നൊരു ഡിഫോർമേഷൻ, ഇതിനെ ഒരു ഷെൽ മോഡലായി കൺസിഡർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യാൻ സഹായിക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാം ഒരേ സ്ഫെറിക്കൽ സ്ട്രക്ചറിനുള്ളിലാണെങ്കിൽ നമ്മൾ അതിനുള്ളിലെ ലെവലുകൾ മാറ്റി ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. എന്നാൽ ഇത് ഓരോന്നും, അതായത് ഇൻഡിവിജ്വൽ ആസ്പെക്ട് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ, ഈച്ച് ന്യൂക്ലിയോൺ ഈസ് ഡിഫറെൻറ്റ് ഡ്യൂ ടു ദിസ് അസിമെട്രിക് നേച്ചർ ഓർ നോൺ സ്ഫെറിക്കൽ നേച്ചർ ഓഫ് ദ പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ന്യൂക്ലിയോണിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കർവ് ഓരോ രീതിയിൽ വരയ്ക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ ഓരോന്നിനെയും ഓരോ ഷെല്ലുകളായി കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഐഗൻ വാല്യൂ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ടേംസ് ഒന്നും കേട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി
ന്യൂട്ടോണിയൻ ഡൈനമിക്സിന് ഇക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇക്വലൻ്റ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതിൽ നിന്ന് അതിൻ്റെ എനർജി ഐഗൻ വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ന്യൂക്ലിയോൺ എക്സ്ട്രാക്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നോൺ സ്ഫെറിക്കൽ സിമെട്രിയിലേക്ക് അത് പോവുകയും അതിൻ്റെ ഫലമായി നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഷെൽ സ്ട്രക്ചറിലേക്ക് അത് എത്തപ്പെടുകയും ചെയ്യും. എന്നാൽ അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഷെൽ സ്ട്രക്ചറിൽ നിൽക്കുമ്പോഴും ഇൻ കേസ് അവിടെ ഒരു സപ്പോസ് ഒരു എനർജി, ഒരു പെർട്ടിക്കുലർ എനർജി ഈ ന്യൂക്ലിയോണുകളിൽ ഏതെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ ഈ സ്ഫെറിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നോൺ സ്ഫെറിക്കൽ ആകാൻ ശ്രമിച്ചിട്ട് അത് സാധിക്കാതെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മൂലം നോൺ സ്ഫെറിക്കൽ സ്ട്രക്ചറിലേക്ക് മാറ്റപ്പെട്ട ഈ ന്യൂക്ലിയോൺസ് പരസ്പരം ഏതെങ്കിലുമൊക്കെ ആക്സിസിന് അക്രോസ് ആയിട്ട് ചെറിയ ചെറിയ ഓസിലേഷൻസ് പൊസസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് സം അഡീഷണൽ എനർജി. അപ്പോൾ അതിന് സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ നിന്ന് മാറുമ്പോൾ ഒരു അഡീഷണൽ എനർജി അതിന് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വരും. അസിമെട്രി മൂലമാണ് ഈ ക്യാൻസലേഷൻസ് ഒക്കെ നടന്നിട്ടാണ് അത് മിനിമം എനർജിയിൽ സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ ഇരിക്കുന്നത്. അപ്പോൾ വൺസ് ആ സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലുമൊക്കെ ആക്സിസിന് അക്രോസ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇൻ ഓർഡർ ടു ഡെസിപ്പേറ്റ് ദ എനർജി. അപ്പോൾ ആ എനർജി നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി അല്ലെങ്കിൽ അഡീഷണലായി കിട്ടിയ ആ എനർജിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്മോൾ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഓസിലേഷൻ നടന്നാലുള്ള കുഴപ്പമൊന്നും, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്മുടെ കയ്യിലൊരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ഉണ്ട്, അത് ജസ്റ്റ് ഈ ആക്സിസിന് അക്രോസ് ആയിട്ട് ഒന്ന് എലോങ്ങേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലെ പാർട്ടിക്കിൾസിന് ഇത്തരത്തിലൊരു ചെറിയ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കും. പാർട്ടിക്കിളുകളെല്ലാം പരസ്പരം ഒരു ഫിക്സ്ഡ് ആക്സിന് അക്രോസ് ആയിട്ട് ഓസിലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വന്ന് ഒരു പർട്ടിക്കുലർ ബ്രേക്കിംഗ് ലിമിറ്റ്, അതായത് ഇവ തമ്മിലുള്ളൊരു യഥാർത്ഥത്തിൽ ആ ടേം ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ there will no more any interaction between these two nucleons. അത് പ്രോട്ടോൺ ആയാലും പ്രോട്ടോൺ ന്യൂട്രോൺ ആയാലും ന്യൂട്രോൺ ആയാലും ആ റേഞ്ചിന് പുറത്ത് ഈ ന്യൂക്ലിയർ ഫോഴ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫലമായി ഓരോന്നോരോന്നായി സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ആഫ്റ്റർ സം ടൈം എന്ത് പറ്റും? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു സെപ്പറേഷൻ ഓഫ് എ ലിക്വിഡ് ഡ്രോപ്പ് ഇൻ ടു സ്മോൾ ഡ്രോപ്ലെറ്റ്സ്. അപ്പോൾ അത് നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ പറഞ്ഞ ന്യൂക്ലിയർ ഫിഷൻ എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ കളക്റ്റീവ് മോഡലിലും വന്നു. സോ ഇത്തരത്തിൽ ന്യൂക്ലിയർ സ്ട്രക്ചറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ നിന്നും അതേപോലെ ഷെൽ മോഡലിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഒരു ഫുൾ എൻറ്റിറ്റി ആക്കി മാറ്റിയത് കൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കളക്റ്റീവ് മോഡൽ ഓഫ് ന്യൂക്ലിയർ സ്ട്രക്ചർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജിയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ആ എനർജി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾസിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, പിന്നീട് ഇതിൻ്റെ ന്യൂക്ലിയോണിക് എനർജി, അങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ പെർട്ടിക്കുലർ ന്യൂക്ലിയസ് അക്കോർഡിംഗ് ടു ദിസ് collective model is the total energy or the total kinetic energy from rotational motion, from vibrational motion and the nucleonic energy state. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അത് അതിൻ്റെ ആ ഇൻഹറൻ്റ് ആയിട്ട് ന്യൂക്ലിയസിലെ ന്യൂക്ലിയോൺസ് പൊസസ് ചെയ്യുന്ന റെസ്റ്റ് മാസ് എനർജി ഉണ്ടാവും, അതേപോലെ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സമ്മായിട്ട് നമുക്ക് ടോട്ടൽ എനർജി, അപ്പോൾ 3 ടേംസ് ആണ് ടോട്ടൽ എനർജിയിൽ ഉണ്ടാവുക. അത് റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി ആൻഡ് ദിസ് ന്യൂക്ലിയോണിക്. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കളക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഈ കളക്റ്റീവ് മോഡലിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ഫിനോമിന സച്ച് ആസ് ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻ്റ്. അപ്പോൾ ഇലക്ട്രിക് ക്വാഡ്രപോൾ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷെൽ മോഡലിനോ അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനോ പൂർണ്ണമായി കഴിഞ്ഞിരുന്നത്. ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് in both that cases this nucleus is considered as a spherical structure. But in this collective model we can assume or we can prove that the nucleus can also acquire non-symmetric, non-circular or non-spherical structure. So this deformation or deviation from the spherical symmetry will finally result in the effective or the relative quadrupole moment of a nucleus. അപ്പോൾ അത്തരം ന്യൂക്ലിയസിലുണ്ടാകുന്ന ഡിഫോർമേഷൻസിനെ കുറിച്ച് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ന്യൂക്ലിയർ മോഡൽ കൊണ്ട് കഴിഞ്ഞു. സോ ദാറ്റ് വാസ് എ ബിഗ് അഡ്വാൻറ്റേജ് ഓവർ ദീസ് 2. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കൺസെപ്റ്റ്സ് വരുന്നത് ഈ 2 മോഡലിൽ നിന്ന്, ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ നിന്നും ഷെൽ മോഡലിൽ നിന്നും തന്നെയാണ്. ബട്ട്
അപ്പാർട്ട് ഫ്രം ദീസ് ടു ദർ ആർ സം അഡീഷൻസ്. അപ്പോൾ ആ അഡീഷൻസ് വരുന്നത് പ്രധാനമായി ഈ ഡിഫോർമേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം സ്ഫെറിക്കൽ സിമെട്രിയെക്കുറിച്ചും തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ന്യൂക്ലിയർ മോഡൽസിനെ കുറിച്ച് പറയാനുള്ളത്. സോ കൺക്ലൂഡിങ് ഓൾ ദീസ് വി ക്യാൻ സേ ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് 3 ഓഫ് ദ മെയിൻ nuclear models. They were first one was liquid drop model, second one was shell model, and third one was collective model. അപ്പോൾ അതിൻ്റെ എല്ലാം സിമിലാരിറ്റീസ് ഡിസിമിലാരിറ്റീസ് അതേപോലെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ന്യൂക്ലിയർ മോഡൽസിനെ കുറിച്ച് പറയുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ടേമാണ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഈസ് സംതിങ് ദാറ്റ് വിൽ ബൈൻഡ് ടു എൻറ്റിറ്റീസ് ടുഗെദർ. അത് ചിലപ്പോൾ 2 പാർട്ടിക്കിളുകളാവാം, അല്ലെങ്കിൽ ബോഡീസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾക്ക് ഫോഴ്സും ഉണ്ട്. അത് അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ദർ മേ ബി റിപ്പൽസീവ് ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഇൻറ്ററാക്ഷന് സഹായിക്കുന്ന, തമ്മിലൊരു കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന എന്തോ ഒന്നിനെയാണ് നമ്മൾ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. സോ അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഒരു വസ്തുവിന് ഒരു വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഫോഴ്സ് വി കനോട്ട് ഡു വർക്ക്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്, നമ്മൾ വർക്ക്. അത് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് വർക്ക്. അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് എനർജി. അതുകൊണ്ടാണ് ഈ ഡയമെൻഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വർക്ക്, എനർജി എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരേ കൺസെപ്റ്റിൽ എടുക്കാറുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ടേമിൻ്റെ റെലവൻസ് എന്താണ്. ഇത് ഒരുപാട് കാലം ശാസ്ത്രജ്ഞരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു ഐഡിയ ആണ്. ഹൗ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ആർ ബൗണ്ട് ടുഗെദർ വിത്തിൻ എ ന്യൂക്ലിയസ്. നമുക്കറിയാം, ഒരു മാഗ്നറ്റ്, 2 മാഗ്നറ്റുകൾ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിന് മാഗ്നറ്റിന് ഒരു ബാർ മാഗ്നറ്റാണ് എടുക്കുന്നതെങ്കിൽ വി നോ ദാറ്റ് ഈച്ച് ബാർ മാഗ്നറ്റ് വിൽ പോസസ് 2 പോൾസ്. അപ്പം മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യം. സോ ഇഫ് യു ബ്രേക്ക് എ ബാർ മാഗ്നറ്റ് ഇൻ ടു 2, ഈച്ച് പീസ് ഓഫ് എ ബാർ മാഗ്നറ്റ് വിൽ ആക്ട് ആസ് an independent magnet having 2 poles. അപ്പോൾ ഏതൊക്കെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ബ്രേക്ക് ചെയ്യുന്നിടത്ത് വെച്ച് വീണ്ടും മൾട്ടിപ്പിൾ പോൾസ് ആയിട്ടത് മാറും. അപ്പോൾ ഇത്തരത്തിൽ ഇനി അതിനെ ആ 2 ബാർ മാഗ്നറ്റുകളെ നമ്മൾ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നാൽ എന്താ ശ്രമിക്കുക. ഇപ്പോൾ സപ്പോസ് ആ ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്ന എഡ്ജുകൾ 1 നോർത്തും 1 സൗത്തും ആണെങ്കിൽ ദേ വിൽ അട്രാക്ട്, 2 നോർത്തും 2 സൗത്തും ആണെങ്കിൽ ദേ വിൽ റിപ്പൽ. സോ ലൈക്ക് ചാർജ് ഓർ ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് attracts. We know that. Similar to that, charges are also having the same property. So similar charges or like charges will repel and unlike charges will attract each other. That's the nature of charge in the universe. യൂണിവേഴ്സിലുള്ള ചാർജുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്, ഇത്തരത്തിൽ അൺലൈക്ക് ചാർജുകളെ അട്രാക്ട് ചെയ്യുക എന്നും ലൈക്ക് ചാർജുകളെ റിപ്പൽ ചെയ്യുക എന്നും. Also, the scientific community was well bothered about the concept that nucleus has only one kind of charges, that is, they are protons or positive charges. Neutrons does not possess any charge, so we can neglect the electrostatic interaction of neutrons in this case, this particular case. പിന്നീടാണ് ക്വാർക്ക് തിയറിയിലൊക്കെ വരുന്നത്. ക്വാർക്ക് തിയറിയൊക്കെ നമുക്ക് പാർട്ടിക്കിൾ ഫിസിക്സ് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഫ്രാക്ഷണൽ ചാർജസിനെ കുറിച്ചൊക്കെ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. ബിഫോർ ദാറ്റ് ദർ വെർ ഓൺലി ക്വാണ്ടൈസ്ഡ് ചാർജ് കോൾഡ് ഇ ഇൻ ദ ടേംസ് ഓഫ് ഇ. ഇയുടെ ടേമിലുള്ള അതായത് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ അറിയാം. ഇലക്ട്രോണിക് ചാർജ് ഇയുടെ ക്വാണ്ടേഴ്സ് ആയാലും നമ്പേഴ്സ് ആയിട്ടാണ്, അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ചാർജുകളായിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിനുള്ളിലെ ചാർജുകളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണം, അല്ലെങ്കിൽ അതിന് ഏക സോഴ്സ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിനുള്ളിൽ ഏക സോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടോൺസാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസ് എടുത്താൽ അതിനുള്ളിൽ പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. കാരണം ന്യൂട്രോൺസ് ന്യൂട്രലാണ്, പ്രോട്ടോൺസ് ചാർജ് ഇല്ലാത്ത പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. എന്നാൽ പ്രോട്ടോൺസ് തമ്മിൽ ഒരു റിപ്പൾസീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യണം. ഇൻഡീഡ് ദർ എക്സിസ്റ്റ്, അവിടെ ഉണ്ട്. അവിടെ ആ ചാർജ് ഇല്ലെന്ന്, ആ പോസിറ്റീവായിട്ടുള്ള ചാർജുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഇല്ലെന്നെങ്ങും പറയുന്നില്ല. ബട്ട് ദർ എക്സിസ്റ്റ് സംതിങ് എൽസ് വിച്ച് overcomes or which neglects the entire effect of these positive repulsive interaction. അപ്പോൾ ആ റിപ്പൾഷനെ ഓവർകം ചെയ്യാനാകുന്ന
വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒന്ന് ഈ ന്യൂക്ലിയോൺസിനിടയിലുണ്ട്, ഒരു അദൃശ്യ ശക്തിയായി നിൽക്കുന്നുണ്ട് എന്നൊരു സത്യം ശാസ്ത്ര സമൂഹത്തിന് അറിയാമായിരുന്നു. ബട്ട് ദേ വെയർ നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ് അൺടിൽ യുക്കാവ കംസ് വിത്ത് ദ മെസോൺ തിയറി. അപ്പോൾ ആ മെസോൺ തിയറി നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മിസോൺ തിയറി ഓഫ് ഇൻട്രാക്ഷൻ, ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ മിസോൺ തിയറി. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അന്ന് വരെ നിലനിന്നിരുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളെ പലതിനെയും വയലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പലതിനെയും കറക്റ്റ് ചെയ്യുന്ന പുതിയൊരു ഫോഴ്സിനെ കുറിച്ച് അവിടെ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ദാറ്റ് ഈസ് നൗ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയോൺസിനെ ബൗണ്ട് ചെയ്ത് നിർത്തുന്ന ഒരു ബലമാണ്, ഒരു ഫോഴ്സാണ്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, അതിന് ചാർജുമായി ബന്ധം ഉണ്ടാവാൻ പാടില്ല, അല്ലേ? ചാർജുമായി അതിന് ബന്ധം ഉണ്ടായിപ്പോയാലുള്ള കുഴപ്പം എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പോസിറ്റീവ് ചാർജ് അവിടെ നിൽക്കുന്നുണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസ് നിൽക്കുന്നുണ്ട്. അപ്പം ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകൾ തമ്മിൽ ഒരു ബന്ധം വേണ്ടേ? അപ്പോൾ ചാർജ് ഡിപ്പെൻഡൻ്റ് ആണ് ആ ബന്ധമെങ്കിൽ, അല്ലെങ്കിൽ ആ ഫോഴ്സ് എങ്കിൽ, ന്യൂട്രോൺസിനിടയിൽ അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. അതേപോലെ തന്നെ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഇടയിൽ അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയി നിലനിൽക്കുന്ന എന്തോ ഒന്നാണ് ഇത് എന്നൊരു ഐഡിയ വന്നു. അപ്പോൾ very first property of nuclear force is that it is charge independent. Secondly, it has a particular range, and that range is short ranged force ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇൻഡീഡ് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് റേഞ്ച് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും അതിൻ്റെ റേഞ്ച് കുറവുള്ള ഒരു ഫോഴ്സ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ നമ്മൾക്കതിൻ്റെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്ന് അതിൻ്റെ ഇക്വേഷനൊക്കെ അറിയാം. F=gm1m2/r². This r can be anything, any distance from inside a nucleus to the horizon or the limit of universe. അതിൻ്റെ അറ്റം വരെ ഇപ്പോൾ അതിൻ്റെ ഇൻ്ററാക്ഷൻ എഫിൻ്റെ വാല്യൂ 0 ആവണമെങ്കിൽ ഒന്ന് മാസുകളിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം, അല്ലെങ്കിൽ എന്ത് 0 ആവണം, എന്ത് ചേഞ്ച് ചെയ്യണം, ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലെത്തണം. ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിൽ എത്താമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഫിസിക്കൽ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് വിൽ ടെൻ ടു 0. അതിൻ്റെ മീനിങ് ആക്ച്വലി ഫിസിക്കലി നമുക്ക് ഒരിക്കലും ഇതിനെ, ഫിസിക്കലി സ്പീക്കിംഗ്, not mathematically, physically speaking, we cannot attain the infinite distance. So the F component will also cannot be completely 0. അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വളരെ വീക്കാണ്. നമ്മൾ ഈ പറയുന്ന ഇത്രയും വലിയ എർത്ത്, ഇത്രയും മാസ് ഉള്ള എർത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ പോലുള്ളൊരു മാസ് ഉള്ള ബോഡിക്ക് ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് അത് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. മൂണിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അതിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ സമീപമെങ്കിൽ അതിൻ്റെ ഇൻറ്ററാക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഈസ് വെരി വീക്ക് ഇൻഡീഡ്. ഗ്രാവിറ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ബട്ട് ദ റേഞ്ച് ഈസ് വെരി ഹൈ. കറക്റ്റായിട്ട്, അതായത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയുക. ഇറ്റ്സ് റേഞ്ച് ഈസ് വെരി ഷോർട്ട്. വെരി ഷോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റ് എന്ത് പറയാൻ പറ്റും? ദ ലിമിറ്റ് ഈസ് ദ ന്യൂക്ലിയർ റേഡിയസ് ഇറ്റ് സെൽഫ്. ന്യൂക്ലിയസിന് പുറത്തൊരു ന്യൂക്ലിയർ ഫോഴ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ആ പർട്ടിക്കുലർ ന്യൂക്ലിയസിൻ്റെ. So the range is the range of nucleus is for the radius of nucleus is about ഒരു ഏതാണ്ട് 10⁻⁻15 റേഞ്ച് മീറ്റർ. ആ റേഞ്ചിലും, അതായത് ഒരു ഫെർമിയെ ഒക്കെ റേഞ്ച് വരുന്ന രീതിയിലായിരിക്കും മാക്സിമം ഒരു ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ന്യൂക്ലിയസിന് പുറത്തേക്ക് പോയി നമുക്ക് ഈ ന്യൂക്ലിയർ ഫോഴ്സിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോർട്ട് റേഞ്ച്. ആ റേഞ്ച് ആക്ച്വലി R0 എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂക്ലിയർ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു റേഞ്ച് കൂടിയാണ്. R=R0 × A⁻⁴ വി ഹാവ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ R0യുടെ വാല്യൂ നമ്മൾ ഒരു അസംഷൻ പറഞ്ഞു, 1.2 ഫെർമി മീറ്റർ, 1.2 × 10⁻⁻15. അതിൻ്റെ റേഞ്ച് ഉണ്ട് 1.2 to 1.5 എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 1.6 എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ന്യൂക്ലിയസ്. ബട്ട് ഇറ്റ്സ് ആൻ ആവറേജ് വാല്യൂ ഹാവിങ് 1.2 ഫെർമി ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ആ റേഞ്ചിലാണ് ഈ R0 നിൽക്കുന്നത്. ഈ R0 കണ്ടുപിടിക്കാൻ നമുക്കൊരു മാർഗമുണ്ട്. വി ക്യാൻ യൂസ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദ എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമുക്ക് അറിയാവുന്ന ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? മൊമെൻറ്റം, പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. Δx, Δp > h/2. ദാറ്റ് ഈസ് ദ പൊസിഷൻ. അത് അവിടെയൊക്കെ ശ്രദ്ധിച്ചോണം. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ എഴുതുമ്പോൾ
we are always speaking about conjugate components or conjugate quantities. X ഡയറക്ഷനിലുള്ള പൊസിഷനാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിലുള്ള മൊമെൻറ്റത്തിന് മാത്രമേ അൺസർട്ടനിറ്റി വാലിഡ് ആയിട്ടുള്ളൂ. യു ആർ നോട്ട് ഏബിൾ ടു, ദർ ഈസ് ഇൻ എനി അൺസർട്ടനിറ്റി ഇൻ മെഷറിങ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ടു ഡിഫറെൻറ്റ് ഡൊമൈൻസ്. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലെ പൊസിഷനും വൈ ഡയറക്ഷനിലെ മൊമെൻറ്റവും കാൽക്കുലേറ്റ് ചെയ്താൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് വിത്ത് 100% ആക്യുറസി പ്രൊവൈഡഡ് യു ഹാവ് എ മെഷീനറി ഓർ എ സിസ്റ്റം വിച്ച് ക്യാൻ അക്വയർ ദാറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നമോ അല്ല. ദാറ്റ് ഈസ് ഇൻഹറൻറ്റ് ടു ദാറ്റ് സിസ്റ്റം. ആ സിസ്റ്റത്തിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവുന്ന, ബൈ നേച്ചറിൽ ഉണ്ടാവുന്ന ഒരു കാര്യം. അത് ഇറ്റ്സ് ആക്ച്വലി എ മാത്തമാറ്റിക്കൽ റെസ്ട്രിക്ഷൻ ടു. അതിൻ്റെ റീസണൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കും. ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദീസ് കമ്മ്യൂട്ടിംഗ് പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേഷൻ പ്രോപ്പർട്ടീസ് മൂലമാണ്. എക്സും പി എക്സും തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെയുള്ള റീസൺസ് ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിമിലർ ടു ദാറ്റ് എനർജി ടൈം അൺസർട്ടനിറ്റി ക്യാൻ ഓൾസോ ബി കൺസിഡർ. അപ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് എനർജിയാണ്. ഇപ്പോൾ എം മാസ് ഉള്ള, റെസ്റ്റ് മാസ് ഉള്ള ഒരു ക്വാണ്ടിറ്റിക്ക് അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് ഫേമസ് ഇക്വേഷൻ E = mc², ഇറ്റ് വിൽ പൊസസ് m × c² റെസ്റ്റ് മാസ് എനർജി. അത് ഒരു പെർട്ടിക്കുലർ ടൈം ഡെൽറ്റ ടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റേഞ്ച് ഓഫ്, അതായത് ഇത് ഒരു പോയിന്റിൽ നിന്ന് ഇതിൻ്റെ സർഫസിൽ എത്താൻ എടുക്കുന്ന ടൈം നമ്മൾ അസ്യൂം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദിസ് ന്യൂക്ലിയർ ഫോഴ്സ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ അക്കോർഡിംഗ് ടു ദാറ്റ് കാൽക്കുലേഷൻ ദ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ ഡയമെൻഷൻ ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ ആ ഡയമെൻഷൻ വരുന്ന അതിൻ്റെ ആ ഓർഡർ ഓഫ് ഡയമെൻഷൻ ഓഫ് ന്യൂക്ലിയർ റേഡിയസ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തുക. അപ്പോൾ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോർട്ട്, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച്ഡ് ഫോഴ്സ്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചാർജ് ഇൻഡിപെൻഡൻസിയെ കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ നമ്മൾ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നൊരു കാര്യം, ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻസ് 4 ഉണ്ടെന്നറിയാം. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോമാഗ്നറ്റിക്, വീക്ക് ന്യൂക്ലിയർ ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ. ഇത് ഓരോന്നും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ, 2 മാസുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയും. ഇലക്ട്രോമാഗ്നറ്റിക്, നമ്മൾ ഒരു പക്ഷേ നിത്യജീവിതത്തിൽ കാണുന്ന എല്ലാ ഫോഴ്സുകളും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആണെന്ന് പറയേണ്ടി വരും, അപ്പാർട്ട് ഫ്രം ഗ്രാവിറ്റേഷണൽ. അപ്പോൾ നിത്യജീവിതത്തിൽ മീൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈ കൈനമാറ്റിക് ഫോഴ്സുകൾ, നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന ഒരു കാറ് മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെല്ലാം റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഫോഴ്സുകൾ കൺസിഡർ ചെയ്യാറുണ്ടോ അതെല്ലാം ഈ പറയുന്ന പോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ. പിന്നീട് പറയാൻ പറ്റുന്നത് നമുക്ക് പറയാം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത് സർട്ടൺ ബീറ്റ എമിഷൻ, അതായത് റേഡിയോ ആക്റ്റീവ് നേച്ചർ ഉള്ള അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന സർട്ടൺ ന്യൂക്ലിയസുകളുടെ ഉള്ളിലാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. കാരണം ദാറ്റ് ഈസ് വെരി റെയർ, വളരെ റെയറാണ് അത്തരത്തിലുള്ള ഇൻറ്ററാക്ഷൻ. അത് ഇത് 3ലും വരാത്തൊരെണ്ണമാണ് ഈ വീക്ക് ന്യൂക്ലിയർ. പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഇൻറ്ററാക്ഷൻ. അതാണ് നമ്മൾ സാധാരണ പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ദിസ് സ്ട്രോങ് ന്യൂക്ലിയർ ഇൻറ്ററാക്ഷനാണ്. അപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻറ്ററാക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഇൻറ്ററാക്ഷൻ ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ നമ്മുടെ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻറ്ററാക്ഷനാണ്. അതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത്, ഈവൻ +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടി, ഈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം. സോ ദ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഇൻറ്ററാക്ഷൻ ഓർ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദ യൂണിവേഴ്സ്. ഇനി 4മത്തതും അവസാനത്തതുമായ പ്രോപ്പർട്ടി, ന്യൂക്ലിയർ ഫോഴ്സ് ഓൾവേസ് എക്സിബിറ്റ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹാസ് ആൻ അപ്പർ ലിമിറ്റ്. അതിനുശേഷം നിങ്ങൾ എത്ര അതിനകത്തേക്ക് ആഡപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് യാതൊരു തരത്തിലുള്ള ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. അതിനെ 2 രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഫോഴ്സിന്
ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിന് അതിന് അടുത്തുള്ള അഡ്ജസൻ്റ്, അതായത് ഈ റേഞ്ച് ഇഫക്റ്റ് മൂലമാണ് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് മാത്രമായിട്ടേ അതിന് ഇൻറ്ററാക്ഷൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രോട്ടോൺ ഇരിപ്പുണ്ടെങ്കിൽ അതിന് ചുറ്റും ചിലപ്പോൾ ഒരു 50 പ്രോട്ടോണുകൾ ഉണ്ടെന്ന് വെച്ചോ. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു 4 5 എണ്ണമായിട്ടായിരിക്കും അതിന് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തുള്ള സെക്കൻഡ് നെയ്ബറുമായിട്ട് ഇതിന് ഇൻറ്ററാക്ഷൻ നടക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ എണ്ണം എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒരു റഫായിട്ടുള്ളൊരു എണ്ണം പറഞ്ഞതാണ്. പക്ഷേ concept is that the adjacent nucleons can only have any physical interaction between that nucleon that is under question. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയോണിന് അതിന് ചുറ്റുമുള്ള ഒരു പർട്ടിക്കുലർ നമ്പർ, that number is limited and that is called സാച്ചുറേഷൻ. അപ്പോൾ ആ ഒരു നമ്പർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 4 എന്ന് പറഞ്ഞു, 5ാമത് ഒരെണ്ണം കൂടി അതിന് ചുറ്റും വന്നു കഴിഞ്ഞാൽ that 5th nucleon will not get any additional force of attraction with the center nucleon. അപ്പോൾ അത്തരത്തിൽ ഒരു സാച്ചുറേഷൻ പ്രോപ്പർട്ടി. ഇനി ഇതിനെ തന്നെ വേറെ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയോൺസുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനെയാണ് എന്തെന്ന് പറയുക, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് കൂടണം, ന്യൂക്ലിയർ ഇൻറ്ററാക്ഷൻ കൂടണ്ടേ. ബട്ട് അങ്ങനെ സംഭവിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രോട്ടോൺസിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 1 2 3 ഈ ആറ്റംസും ന്യൂക്ലിയസുകളും മാറുന്നതനുസരിച്ച് പ്രോട്ടോൺ നമ്പർ കൂടുമല്ലോ. പ്രോട്ടോൺ നമ്പർ കൂടി പോകുന്നതനുസരിച്ച് ഓഫ് കോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കണ്ടന്റ് കൂടും. കാരണം എന്താ, ന്യൂക്ലിയോൺസ് കൂടുമ്പോൾ ഇൻറ്ററാക്ഷൻ കൂടും, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് ഇതിനിടയിൽ ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷനും കൂടുന്നില്ലേ. ഒരു പ്രോട്ടോൺ മറ്റൊരു പ്രോട്ടോണുമായിട്ട്, ഇപ്പോൾ 2 പ്രോട്ടോണുകൾ ആകെ ഉണ്ടായിരുന്ന ഈ 2 പ്രോട്ടോണുകൾ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് 10 എണ്ണം വന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 മടങ്ങായില്ലേ. അല്ലെങ്കിൽ 100 എണ്ണം വന്നാൽ അവയെല്ലാം തമ്മിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൺസ് അങ്ങനെ കൂടി വന്ന് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ then due to this saturation property, that nucleus cannot hold these all nucleons together anymore. അപ്പോൾ അത്തരത്തിൽ ഒരു സാച്ചുറേഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടിയാലും സ്റ്റെബിലിറ്റി കൂടില്ല. ജസ്റ്റ് ബിക്കോസ് the electrostatic repulsion will overcome the effect of the nuclear bond or nuclear force. അപ്പോൾ ന്യൂക്ലിയോൺസുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനെ അതിജീവിക്കുന്ന രീതിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ കൂടിപ്പോകും. ദാറ്റ്സ് വൈ ഹെവി ന്യൂക്ലിയസ് വിൽ ഓൾവേസ് ഹാവ് ദ ടെൻഡൻസി ടു ബ്രേക്കപ്പ് ഇൻ ടു സ്മോളർ ന്യൂക്ലിയൈ. അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിക്കൊക്കെ കാരണം ഈ സാച്ചുറേഷൻ പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചത്. 1 അതിൻ്റെ ചാർജ് ഇൻഡിപെൻഡൻസി, 2 അതിൻ്റെ റേഞ്ച്, പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന പോലെ സാച്ചുറേഷൻ പ്രോപ്പർട്ടി, പിന്നീട് അത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ന്യൂക്ലിയർ ഫോഴ്സ്, യുക്കാവ തിയറി, മെസോൺ തിയറി എന്ന് പറയുന്നത് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ന്യൂക്ലിയർ മോഡൽസ് 3 എണ്ണവും നമ്മൾ വൈൻഡപ്പ് കംപ്ലീറ്റ് ചെയ്തു, കളക്റ്റീവ് മോഡലോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, താങ്ക് യു.